നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ബോംബ് പൊട്ടിക്കാം. ആദ്യട്ടാ ആക്കി അച്ഛനൊന്നും വരാറായില്ലേ? ഇന്ന് ഓഫീസിൽ ഹെവി വർക്കായിരുന്നു ഐശ്വര്യ. അരുണും ഇന്ന് ലീവായിരുന്നല്ലോ. അച്ഛനും അഖിലും ഒക്കെ വരാൻ വൈകും. ആദ്യട്ടാ ഇന്ന് നമുക്കിവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആരാ വന്നത്? അമ്മയ്ക്ക് അന്ന് ആശുപത്രി വെച്ച് ബ്ലഡ് കൊടുത്തില്ലേ, അശ്വതി. അശ്വതിയാ വന്നത്. അശ്വതിയും കുട്ടിയും ഉണ്ടായിരുന്നു. നല്ല കുട്ടിയാ ശ്രീകുട്ടി. അതുപോലെ അശ്വതിയും ഇടിക്കുക. അശ്വതി ഇവിടെ വന്നോ? അതെ, പക്ഷേ പെട്ടെന്ന് തിരിച്ചുപോയി. എന്തിനാ അവരെയൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റിയത്? അതിനെന്തിനാ ആദ്യമായിട്ട് ചൂടാവുന്നേ? അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്ത് സഹായിച്ച കുട്ടിയല്ലേ, വഴിയിൽ വെച്ച് കണ്ടു. അമ്മയാ കൂടുതൽ നിർബന്ധിച്ചത്. ആര് നിർബന്ധിച്ചിട്ടായാലും വിളിക്കാൻ പാടില്ലായിരുന്നു. വെറുതെ ആവശ്യമില്ലാതെ ഓരോരോ. എന്താ എന്താ ഇവിടെ? അമ്മേ, എന്താ? അന്ന് ആശുപത്രിയില് അമ്മയ്ക്ക് ബ്ലഡ് തന്ന പെണ്ണില്ലേ, അശ്വതി, അവളെ ഈ വീട്ടിലേക്ക് വിളിച്ചോ? വിളിച്ചു. അതൊരു നല്ല കാര്യമല്ലേ. അതിന് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? അതെ അമ്മേ, അതാ ഞാനും ചോദിച്ചത്. ഇത് കേട്ടാ തോന്നുമല്ലോ ആ കുട്ടി ആദ്യേട്ടന്റെ ശത്രുവോ മറ്റോ ആണെന്ന്. ശത്രുവായാലും ശരി മിത്രമായാലും ശരി, പരിചയമില്ലാത്ത എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു വരുത്തി സൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്ലഡ് തന്നതിന് പകരമായിട്ട് ഒരു മോതിരം കൊടുത്തില്ലേ, അവിടെ തീർന്നു എല്ലാ കാര്യങ്ങളും. അതെ, അവിടെ തീരുന്നില്ല ആദ്യ കാര്യങ്ങള്. അമ്മേ, എനിക്ക് അശ്വതിയോടും അശ്വതിയുടെ മോളോടും ഒരു പ്രത്യേക വാത്സല്യം തോന്നുക. ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എനിക്ക് തോന്നിയ. കുറച്ചു ദിവസം അവരിവിടെ നമ്മുടെ കൂടെ നിൽക്കാൻ പറയാൻ വരെ എനിക്ക് തോന്നിയതാ. അമ്മേ, നമുക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു അശ്വതിയും കൊച്ചു മാറണം. എന്താ എന്താ ആദ്യത്തെ കാര്യം? ആ അശ്വതിയും മോളും ഇവിടെ വന്നതിന്റെ കാര്യം. അവര് വന്നത് ഇവന് ഇഷ്ടായിട്ടില്ല. എടാ, അവരിവിടെ വന്നു എന്ന് പറയുന്നതല്ലാതെ ഞങ്ങളാരും അവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. അവര് വന്നതിന് ഇവനെന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്ത. ആദ്യട്ടാ, അമ്മ ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ, അതിന്റെ ആയിരിക്കും. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വരുന്നേ. എന്താ മോനെ, എന്താ കാര്യം? ഇതൊന്നും ഇത്ര വലിയ കാര്യമാക്കണ്ടമ്മേ. ആദ്യട്ടാ, റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. എന്താ അമൃതേടത്തി, ഇന്ന് ചായ കൊടുക്കാൻ ആകെ ഒരു ധൃതി. അമ്മേ, അരുൺ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അവൻ കണ്ടിരുന്നോ അശ്വതിയെ? ഇല്ല, അരുണേട്ടൻ വന്നപ്പോ പോയി കഴിഞ്ഞു. ആദ്യമായിട്ട് ചെല്ലെ, ഞാൻ ചായ എടുക്കാം. ചെല്ലെ അമ്മ, ഞാൻ ചായ എടുത്തിട്ട് വരാം. അവൻ ഇങ്ങനെ ഒരു ദേഷ്യം വരാൻ എന്താ കാരണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും കാരണം കാണും അമ്മേ, അല്ലാതെ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മ, ഓഫീസിലെ ടെൻഷൻ തന്നെ ആയിരിക്കും അമ്മ. അഖിൽ സാർ ചിലപ്പോ ഇങ്ങനെയാ, പെട്ടെന്ന് ദേഷ്യം വരും. ചിലപ്പോ ജോലിയുടെ ക്ഷീണം തന്നെയാവും. നമ്മളപ്പോ ഇനി കലാപരമായ ഒരു മേഖലയിൽ കൂടി നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നു. ആർട്ടിന്റെ മേഖലയില് നമുക്കൊരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കമ്പനിക്ക് ഒരു ഗുഡ് വിൽ ഉണ്ടാക്കി തരും. എടാ, നീ പറയുന്നത് എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
സ്മൂത്തായി പോകുന്ന കമ്പനിയിൽ നിന്നും ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറിയാ അത് നിലവിലെ കമ്പനിയെ ബാധിക്കില്ലേ? അതൊക്കെ പോട്ടെ, പെട്ടെന്ന് എന്താ സംഗീത മേഖലയിലേക്ക് ഒരു താല്പര്യം വന്നേ? ആ മോനെ, ഏത് ബിസിനസ്സാണ് തുടങ്ങുന്നത് ആ ബിസിനസ്സിൽ ഒരു മുൻപരിചയമൊക്കെ വേണ്ടേ? അതുകൊള്ളാം. മ്യൂസിക് കമ്പനി തുടങ്ങാൻ പാട്ടറിഞ്ഞിരിക്കണമെന്നും പാടണമെന്നൊക്കെ ഉണ്ടോ? അതിന്റെ ബിസിനസ് സാധ്യത മനസ്സിലാക്കിയ പോരെ? അമ്മേ, ഏട്ടന്മാരെ, ആരും നോ പറയരുത്. കമ്പനി അക്കൗണ്ടുമായിട്ട് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ക്ലബ് ചെയ്യാം. നമ്മുടെ കമ്പനിയുടെ ഒരു പാരലൽ കമ്പനി. എന്നാ പിന്നെ നിനക്കൊരു ഇവന്റ് മാനേജ്മെന്റ് പോലൊരു ബിസിനസ് ആയിക്കൂടെ? അതല്ലേട്ടാ നല്ലത്. അതൊന്നും ശരിയാവില്ല ഏട്ടാ. ഇത് ഞാൻ അങ്ങ് ഫിക്സ് ചെയ്തു. ഇതിന്റെ ബാക്കി കാര്യങ്ങള് വൈകാതെ ഞാൻ അറിയിക്കാം. അഖി പറയുന്ന കേട്ടിട്ട് അവന് അത്രയും നല്ല ഉറപ്പുണ്ടെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അഖി തുടങ്ങുന്ന ബിസിനസ്സിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്നാലും ശരി, എന്തെങ്കിലും നെഗറ്റീവാണ് പറയാനുള്ളതെങ്കിൽ അതിവിടെ ആർക്കും കേൾക്കണമെന്ന് ഒരു താല്പര്യമില്ല. അതെന്നെ പരിഹസിച്ചതാണല്ലോ. മതി മതി, അതേക്കുറിച്ച് സംസാരമൊന്നും വേണ്ട. അഖി തീരുമാനിച്ച കാര്യം നന്നായി വരട്ടെ. പിന്നെ അഖി, എനിക്കിതിലൊരു കാര്യം പറയാനുണ്ട്. എന്താമേ? എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഈ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കണം. ഇതെന്താ അമ്മ അപേക്ഷിക്കുന്ന പോലെയാണല്ലോ പറയുന്നത്? ആർക്കാണ് ജോലി കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് തന്നില്ലേ അശ്വതി? ആ കുട്ടിക്കാ ജോലി കൊടുക്കേണ്ടത്. ഇന്നലെ ഇവിടെ വന്നിട്ട് ഒന്നും കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഭർത്താവില്ലാത്ത കുട്ടിയാ, ഒരു മോളും ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് സ്പൈസസ് തന്നെ ജോലി കൊടുക്കാമല്ലോ. എടാ, അതൊന്നും ശരിയാവില്ല. അതെന്താ നീ അങ്ങനെ പറയുന്നേ? അല്ലമ്മേ, ആദ്യേട്ടൻ പറയുന്നത് നേരാ. അന്ന് അരവിന്ദേട്ടനെ എടുത്തപ്പോ തന്നെ ചെറിയ ഇഷ്യൂ ഉണ്ടായതാണല്ലോ. നമുക്ക് നോക്കാമേ. എന്തായാലും ചെറിയൊരു ബിൽഡിംഗ് എടുക്കുന്നുണ്ട്. വൈകാതെ തന്നെ ഒരു ചെറിയ ഉദ്ഘാടനം ഉണ്ടാവും. ശരിയമ്മേ, ഞാൻ ഇറങ്ങാം. ശ്യാമേ, ഏട്ടാ നമുക്ക് ഇറങ്ങണം. ഞാൻ കുറച്ച് താമസിച്ചേ വരൂ. നിങ്ങൾ ഓഫീസിലേക്ക് പോയിക്കും. ശരി ഏട്ടാ. നീ വാ. അമ്മ എങ്ങനെയെങ്കിലും അശ്വതിക്ക് ഈ ജോലി വാങ്ങിക്കൊടുക്കണം. നോക്കാം. എടുത്തേ, അമ്മ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കുവാണല്ലോ. എന്തെങ്കിലും സംഭവിച്ചാ അമ്മ തന്നെ കുഴപ്പത്തിലാവാൻ പോകുന്നെന്ന് അമ്മ അറിയുന്നില്ല. എന്ത് ചെയ്യൂ ഒന്നും മനസ്സിലാവുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.